ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സീമാസ് വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു മീൻകറി വെക്കുവാണേ. നല്ല പീസ് ചൂര നമ്മൾ കറി വെക്കുക. നമ്മളത് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചേ. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച്, ഗ്യാസിലാണ് വെക്കുന്നത്, ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട്, കടുക് പൊട്ടുമ്പോൾ അതിനകത്തോട്ട് ഉലുവ പൊടിയില്ലാത്തതുകൊണ്ടേ ഉലുവ ഇടുന്നത്. പൊടിയാണെങ്കിൽ നമുക്ക് മറ്റേ മല്ലി മുളകൊക്കെ ചേർക്കൂലേ, അതിന് കൂടെ ഇട്ടാൽ മതി. ഉലുവ പൊട്ടുമ്പോൾ നമുക്കതിനകത്ത് ചെറുതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് അത് മൂക്കുമ്പോഴത്തേന് നമുക്ക് ചുവന്നുള്ളി, കറിവേപ്പിലയും വറ്റൽമുളക് ഇടാവേ, പച്ചമുളക് ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കൊരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. തക്കാളിക്ക് നല്ല പേസ്റ്റ് പോലെ ആവും. അന്നേരത്തിന് നമുക്ക് ഇതിന് വേണ്ടുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണേ. അതിൻ്റെ ആ പച്ച മണം മാറുന്നവരെ മൂപ്പിക്കണം. മല്ലിപ്പൊടി ആദ്യം ഇട്ട് ഇച്ചിരി മൂപ്പിച്ചിട്ട് മുളക് പൊടി ഇടാം, അങ്ങനെ ഞാൻ ചെയ്യാറ്. ഇട്ട് മൂപ്പിച്ചിട്ട് നമുക്കതിനകത്ത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഇളക്കി ആ വെള്ളം അങ്ങ് പറ്റി കഴിയുമ്പോൾ നമുക്ക് മീൻ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഒഴിക്കാവേ. മീൻ വേഗം ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഒഴിച്ച് അതിനകത്ത് ഉപ്പും പിന്നെ പുളിയും ഇട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമ്മൾ ആ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കറി വെക്കാനുള്ള മീൻ അതിനകത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അടപ്പൊക്കെ മാറ്റി പിന്നെ ചെറു തീയിലിട്ട് പറ്റിച്ചെടുക്കാം. നമ്മുടെ മീൻ കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.